പലരും പല കോലത്തിലാ പരലോകത്തേക്ക് വരുന്നത്. എന്നാൽ ചില മനുഷ്യന്മാര് പരലോകത്തേക്ക് വരുമ്പോ അവർ കുഷ്ഠരോഗികളുടെ കോലത്തിലാണ്. കേൾക്കണേ, കുഷ്ഠരോഗികളുടെ കോലത്തിലാണ് ചില മനുഷ്യന്മാര് പരലോകത്തേക്ക് വരുന്നതോ കുഷ്ഠരോഗികളുടെ കോലത്തില്. അതാരാണ്? അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഈ സദസ്സിൽ അങ്ങനെ ഒരു ആളുണ്ടാവാൻ പാടില്ല. പക്ഷെ ഞാൻ ഈ വിഷയം പറയുമ്പോ ചില ഉമ്മാമ്മമാരെ മനസ്സ് വേദനിക്കും. പടച്ചോന്, ഞാൻ ആ കൂട്ടത്തിൽ പെട്ടുപോയല്ലോ അല്ലാ. ആരാ കുഷ്ഠരോഗികളുടെ കോലത്തിൽ പരലോകത്ത് വരുന്നത്? മാമിനിംരിഇൻ യഖറഉൽ ഖുർആൻ സുമ്മ യൻസാ. ആരെങ്കിലും ഖുർആനും പഠിക്കുകയും പിന്നെ അത് മറന്നു പോവുകയും ചെയ്താൽ ഇല്ലാ ലഖിയല്ലാഹ അജ്ദമാ, അവൻ കുഷ്ഠരോഗിയായിട്ടല്ലാതെ അല്ലാഹുവിനെ കണ്ടുമുട്ടുകയില്ല. എന്റെ പെങ്ങളെ, ഹദീസിലേക്ക് കാതോർക്കോ. ഖുർആൻ ഓതാൻ പഠിക്കുകയും എന്നിട്ടത് മറന്നു പോവുകയും ചെയ്താൽ കുഷ്ഠരോഗികളുടെ കോലത്തിലാ പരലോകത്തേക്ക് വരിക എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനിയൊന്ന് ആലോചിച്ചു നോക്കൂ. ഒരുപാട് സൂറത്തുകൾ നമ്മൾ മനഃപ്പാഠമാക്കിയിട്ടില്ലേ? ഒരുപാട് സൂറത്തുകൾ മനഃപ്പാഠമാക്കിയിട്ടില്ലേ? അത് പലതും മറന്നുപോയില്ലേ? എന്നെ മറക്കാനുള്ള കാരണം ഇൻഷാ അല്ലാഹ് പറയാം. അതുപോലെ ഖുർആൻ ഓതാൻ പഠിച്ചു, പക്ഷെ അത് മറന്നുപോയി. ഖുർആൻ ഓതാൻ പഠിച്ചിട്ടത് മറന്നുപോയ ആളുകളില്ലേ? 5ാം ക്ലാസ് പൊതുപരീക്ഷയിലോ ഖുർആനിന് 90 മാർക്കാണ്, 95 മാർക്കാണ്, നല്ല മാർക്കോടെ വിജയിച്ച പെൺകുട്ടിയാണ്. പക്ഷെ 5ാം തരം മദ്രസ കഴിയലോടെ പഠനം നിർത്തുകയാണ്. പിന്നീട് ഖുർആൻ ഓതിയിട്ടില്ല. കൊല്ലങ്ങൾക്ക് ശേഷം ഖുർആൻ ഓതണമെന്ന പൂതി വന്നിട്ട് ഖുർആൻ തുറന്ന് പിടിക്കുകയാ. പക്ഷേ ഓതുന്നത് മുഴുവനും അക്ഷരത്തെറ്റാണ്. ഖുർആൻ ഓതാൻ പഠിച്ചു മറന്നുപോയി. അങ്ങനെയുള്ള ആളുകൾ പരലോകത്തേക്ക് കടന്നു വരുമ്പോ അവര് കുഷ്ഠരോഗികളുടെ കോലത്തിലാ വരിക എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഖുർആൻ ഓതാൻ പഠിച്ചിട്ട് മറക്കാം. അങ്ങനെ സ്വഭാവമില്ലേ നമുക്ക്? ഇല്ലേ? എന്താ ഇല്ലേ? ഉണ്ട്. ഞാനൊരു ഉദാഹരണം പറയാം. എല്ലാവരും അല്ലാന്ന് പറഞ്ഞേ. മനസ്സിലായിട്ടില്ല? എല്ലാവരും ഒന്ന് അല്ലാന്ന് പറഞ്ഞേ. അങ്ങനെയല്ല, നല്ല ഉറക്കെ പറഞ്ഞേ അല്ലാ. ഉസ്താദ്മാരോടല്ല എന്റെ ചോദ്യം, ബാക്കി നമ്മളെ പോലെയുള്ള ആളുകളുടെ ചോദ്യം കേട്ടോ. അല്ലാന്ന് ഉറക്കെ പറഞ്ഞേ. ഇനി അല്ലാ എന്ന് പറയുമ്പോൾ നാവിന്റെ തറ്റം മേലത്തെ പല്ലിന് മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് പറ. പെങ്ങന്മാരെ എല്ലാവരും, അല്ലാ എന്ന് പറയുമ്പോൾ നാവിന്റെ തറ്റം മേലത്തെ പല്ലിന് മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് പറ. ഉറക്കെ മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്ന് ചിന്തിച്ചിട്ട് പറ. എന്റെ മുത്താലിമീങ്ങളോടും ഉസ്താദുമാരോടല്ല ചോദ്യം. സാധാരണക്കാരായ ഒരുപാട് ആളുകൾ ഇവിടെയുണ്ട്, പ്രത്യേകിച്ച് സഹോദരിമാര്, ഉമ്മമാര്, പെങ്ങന്മാര്. അല്ലാന്ന് ഒരു തവണ ഒന്ന് നാവുകൊണ്ട് ഉറക്കെ പറ. അല്ലോ. ഈ അല്ലാ എന്ന് പറയുമ്പോൾ നിന്റെ താവിന്റെ തറ്റം പല്ലിന് മുട്ടുന്നുണ്ടോ ഇല്ലയോ എന്നതാണ്. മിക്ക ആളുകളുടെയും നാവിന്റെ തറ്റം പല്ലിന് മുട്ടുന്നുണ്ടാവും. അല്ലാ 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 അല്ലാ. ആ അല്ലാ എന്ന് പറയുന്നത് തെറ്റാണ്. എന്റെ പെങ്ങളെ, നീ കേൾക്കൂ. നീ ഇത്രയും കാലം അല്ലാ അല്ലാ എന്ന് നാവിന്റെ തറ്റം മേലത്തെ പല്ലിന് മുട്ടിച്ചിട്ടാണ് പറഞ്ഞതെങ്കിലോ അത് തെറ്റാ, അത് തെറ്റാ. നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാതെ പറയണം. ഒന്ന് പറഞ്ഞേ, മുട്ടാതെ പറഞ്ഞേ. മുട്ടാതെ പറയണോന്ന് പറഞ്ഞ എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്കണ്ടേ? എവിടെയാ മുട്ടിക്കേണ്ടത്? പല്ലിനല്ല, പല്ലിന്റെ തൊട്ടടുത്തുള്ള എന്താ ഇതിന് പറയാ? നൊണ്ണ. ആ അതന്നെ, ആ തൊട്ടടുത്ത് തന്നെ മുട്ടിക്കണം. ഏതുപോലെ? അല്ലാന്ന് എഴുതുമ്പോ 2 ലാമ എഴുതുക. ഇത് സ്ത്രീകൾ ശ്രദ്ധിക്കാനാ പറയുന്നത്. അല്ലാന്ന് എഴുതുമ്പോ 2 ലാമ എഴുതുക. ആന്ന് എഴുതിയിട്ട് 2 ലാ എഴുതും. എന്നാൽ ലാന്ന് എല്ലാരും ഒന്ന് ഒരുമിച്ച് പറഞ്ഞേ. ഈ ലാ എന്ന് പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടുന്നുണ്ടാ? ഉണ്ടോ? ഈ ഇല്ല എന്ന് പറയുമ്പോൾ ഒരു ലാ ഇല്ലേ? ആ ലാ പറയുമ്പോ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടിയ ഇല്ല. അപ്പൊ ലാ എന്ന് പറയുമ്പോൾ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാത്തതുപോലെ അല്ലാ അല്ലാ അല്ലാഹു അല്ലാ അല്ലാഹു അല്ലാ
അല്ലാഹു അല്ലാഹ്. ലാ എന്ന് പറയുമ്പോൾ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാത്തതുപോലെ പെങ്ങളെ അല്ലാ എന്ന് പറയുമ്പോഴും നിന്റെ നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാൻ പാടില്ല. ഇത് ആദ്യമായി കേൾക്കുന്ന പെങ്ങന്മാരുണ്ടാകും, അല്ലെങ്കിൽ ഇത്രയും കാലം തെറ്റായിട്ട് അല്ലാ എന്ന് പറഞ്ഞവരുണ്ടാകും. മാഷാ അല്ലാ, വലിയ തെറ്റിവിടെ തിരുത്തപ്പെടുകയാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരുമാറാകട്ടെ. ഒരുപാട് ഉമ്മപെങ്ങന്മാർ ഇപ്പോൾ ആലോചിക്കുന്നുണ്ടാവും, പടച്ചോനെ ഇത്രയും കാലം ഞാൻ പറഞ്ഞ അല്ല തെറ്റാണോ? അതേ, നാവിന്റെ തറ്റം പല്ലിൽ മുട്ടിയിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്. നാവിന്റെ തറ്റം പല്ലിൽ മുട്ടാതെ ഇല്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണോ ഉച്ചരിക്കുന്നതെങ്കിലോ അതുപോലെയാ പറയേണ്ടത്. അല്ലാ, അതുപോലെ ഓതാൻ പഠിച്ചു മറന്നുപോയി സൂറത്തുൽ ഫാത്തിഹ. ആ ഫാത്തിഹയിൽ ഒരു അക്ഷരമുണ്ടോ? സ്വാദിന്റെ മേലെ പുള്ളിയിട്ട അക്ഷരം. എന്റെ പെങ്ങന്മാരെ നിങ്ങൾക്ക് വേണ്ടി പറയുകയാണ്, സ്വാദിന്റെ മേലെ പുള്ളിയിട്ട അക്ഷരം അഥവാ ളാദ്. ളാദ് എന്ന് നമ്മൾ പറയും. അത് ഫാത്തിഹയിൽ 2 തവണ വരുന്നുണ്ട്. ഒന്ന് മഗ്ലൂബിന്റെ അടുത്ത്, 2 വലദ്ദാലിന്റെ അടുത്ത്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിക്കുകയാണ്, ഫാത്തിഹ സൂറത്തില് ഒരക്ഷരം തെറ്റിക്കഴിഞ്ഞാൽ അവന്റെ ഫാത്തിഹ തെറ്റാ, അവന്റെ നിസ്കാരം ബാത്തിലാ. എന്നാലും ളാദ് പറയേണ്ടത് എങ്ങനെയാ? എന്റെ പെങ്ങളെ നീയൊന്ന് ആലോചിക്കണേ പെങ്ങളെ, ളാദ് പറയേണ്ടത് എങ്ങനെയാ? നിന്റെ നാവിന്റെ 2 സൈഡ് ഉണ്ടല്ലോ, നാവിന്റെ തറ്റമല്ല, നാവിന്റെ രണ്ടാലൊരു സൈഡോ, രണ്ടാലൊരു മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ടാണ് ളാദ് പറയേണ്ടത്. നാവിന്റെ രണ്ടാലൊരു സൈഡ്, രണ്ടാലൊരു മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ടാണ് ളാദ് പറയേണ്ടത്. അപ്പൊ ഉമ്മാമ ചിന്തിക്കും, എനിക്ക് അണപ്പല്ലില്ലല്ലോ, എന്നാ പിന്നെ എവിടെയെങ്കിലും കൊണ്ടുപോയി മുട്ടിക്ക്. നാവിന്റെ തറ്റം അണപ്പല്ലിൽ മുട്ടിച്ച്, നാവിന്റെ തറ്റല്ല, നാവിന്റെ സൈഡ്. ഇപ്പൊ എനിക്ക് എളുപ്പം എന്റെ നാവിന്റെ ഇടത്തെ സൈഡ്, ഇടത്തെ മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ടാണ് ഞാൻ ളാദ് പറയാറുള്ളത്. അങ്ങനെ തന്നെ പറയണം. ഇനി എളുപ്പം ഏതാണ്? അതുപോലെ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു 2 നാവിന്റെ 2 തറ്റവും കൊണ്ട് എളുപ്പത്തിൽ അനായാസം ളാദ് പറയാൻ കഴിയുന്ന ആളാണ്. എന്നാൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, അറബി അക്ഷരങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും ഉച്ചരിക്കാൻ പ്രയാസമുള്ള അക്ഷരം ളാദാ. എന്നാൽ അറബികളുടെ കൂട്ടത്തിലോ ഏറ്റവും മനോഹരമായി ളാദ് ഉച്ചരിക്കുന്നവൻ ഞാനാ എന്ന് മുഹമ്മദ് മുസ്തഫ. അപ്പൊ ഇനി എന്റെ പെങ്ങന്മാർ ആലോചിക്കേണ്ടത്, ഇത്രയും കാലം ഇങ്ങനെയാണോ ളാദ് പറഞ്ഞത്? നാവിന്റെ സൈഡ് മേലെ അണപ്പല്ലിൽ മുട്ടിച്ചിട്ട് മനസ്സിലാവുന്നുണ്ടോ? ഇനി കാണാൻ മോനെ. പിന്നെ നമ്മള് ഇനി ഒന്ന് ആലോചിച്ച് നോക്കി, ഇത്രയും കാലം നമ്മൾ ഇങ്ങനെയാണോ ളാദ് പറഞ്ഞത്? അല്ല എങ്കിൽ ഫാത്തിഹ തെറ്റാണ്, നിസ്കാരം ബാത്തിലാണ്. പെങ്ങന്മാരെ നിങ്ങൾക്ക് വേണ്ടി പറയാണ്, ഈ മുന്നിലിരിക്കുന്നവരൊക്കെ മുത്താലിമിങ്ങളാ, അവർക്ക് എന്നേക്കാൾ വിവരമുണ്ട്. അവർ ചിലപ്പോൾ ഈ വിഷയം കേട്ട് എണീച്ചു പോകും, അല്ലേ? എന്നാൽ നിങ്ങൾക്ക് വേണ്ടിയാ പറയുന്നത്, ഈ സഹോദരിമാർക്കാ വേണ്ടിയാ പറയണത്. ഇനി ആലോചിച്ച് നോക്കി, ഇത്രയും കാലം ഇങ്ങനെയാണോ ളാദ് പറഞ്ഞത്? മഗ്ലൂബി വലദ്ദാലിൻ അല്ല എങ്കിൽ ഫാത്തിഹ തെറ്റാണ്, നിസ്കാരം ബാത്തിലാണ്. ബേജാറാവണ്ട, ഇത്രയും കാലം അറിയാത്തത് കൊണ്ടല്ലേ. അതുകൊണ്ട് അല്ലാഹു തആല പൊരുത്തപ്പെട്ടു തരും. പക്ഷെ നാളത്തെ സുബഹി മുതൽ അള്ളാഹു പൊരുത്തപ്പെട്ടു തരുകയേയില്ല. ഇനി കാണാ മോനെ, നാളത്തെ സുബഹിസ്കരിക്കുന്ന നമ്മളെ ഉമ്മാമാന്റെ കോലം അല്ലെങ്കിൽ തന്നെ വസ്വാസാണ്. അതിന്റെ ഇടയ്ക്ക് ഇതും കൂടി കേട്ട് കഴിഞ്ഞാൽ അതാ ഇങ്ങനെ ഉണ്ടാവും, അല്ലാഹു അക്ബർ. എന്നിട്ട് ഉമ്മാമ ഫാത്തിഹ ഓതും. ഫാത്തിഹ ഓതുമ്പോൾ മഗ്ലൂബിന്റെ അടുത്ത് എത്തിയതാ ഇങ്ങനെ ഓതാ, ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാലിൻ. ഇങ്ങനെയൊന്നും ഓതാൻ നിൽക്കണ്ട, മറിച്ച് നന്നായി ശ്രദ്ധിച്ചു പഠിച്ചോ, അല്ലെങ്കിൽ ഇടങ്ങാറാണ്. ഞാനിത് യുവാക്കളെ ക്ലാസ്സിൽ പറഞ്ഞു. അങ്ങനെ മാസങ്ങൾക്ക് ശേഷം എന്റെ നാട്ടിൽ കണ്ണൂർ ടൗണിൽ വെച്ചിട്ട് ഒരു യുവാവ് എന്നെ കണ്ടതിന് ശേഷം അവൻ എന്നോട് പറഞ്ഞു, ഉസ്താദെ നിങ്ങൾ എന്ത് പണിയാ എടുത്തത്? ഞാൻ ചോദിച്ചു, ഞാൻ എന്ത് പണിയാ എടുത്തത്? നിങ്ങളെല്ലാം അന്ന് വാതെല്ലാം പഠിപ്പിച്ചിട്ട് പോയാ? അതെ. അതിനുശേഷം എപ്പം നിസ്കാരത്തിന് കൈ കെട്ടിയാലും ഫാത്തിഹയുടെ അടുത്ത് മഗ്ലൂബി പറയേണ്ട സ്ഥലത്തിൽ കഴിഞ്ഞാൽ നിങ്ങളെ മോന്തെയാ ഓർമ്മ വരുന്നു. ഇനി ഉമ്മാമ എന്റെ മോന്ത ഓർക്കാനൊന്നും നിൽക്കണ്ട, നന്നായിട്ട് പഠിച്ചോ. മഗ്ലൂബി വലദ്ദാലിൻ അല്ലാതെ തരമില്ല. പഠിച്ചത് മറന്നു പോയിരിക്കുകയാണ്. പഠിച്ചത് മറന്ന മനുഷ്യന്മാര് പരലോകത്ത് എങ്ങനെയാ വരിക? പറ എങ്ങനെയാ വരിക?
കുഷ്ഠരോഗികളുടെ കോലത്തിൽ വരുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിരിക്കാൻ. എന്തെല്ലാം പഠിച്ചു മറന്നുപോയി. ചില ആളുകൾ ഫാത്തിഹ ഓതുമ്പോൾ കണ്ടിട്ടില്ലേ, ഭയങ്കര സ്റ്റൈലാക്കിയിട്ട് ഓതും. എന്റെ നിസ്കാരം പോയി. നീട്ടുന്നതിനൊരു പരിധിയുണ്ട്, ഓവറായിട്ടും നീട്ടാൻ പറ്റൂല. മാലിക്കിന്റെ അടുത്തുള്ള 2 കതറേ നീട്ടാൻ പറ്റൂ. എന്ന് വെച്ചാൽ മാല എന്ന് പറയാൻ എത്ര നീട്ടണോ അത്രയേ നീട്ടാൻ പറ്റൂ. മാലിക്ക് ആന ആ, മാലിക് മാല മാ, അത്രേ നീട്ടാൻ പറ്റൂ. മാ ആന ആ മാ, അത്രേ നീട്ടാൻ പറ്റൂ. അതിലേക്കാൾ ഓവർ നീട്ടിയാ അതിന്റെ വാത്തിലായി പോകും. ഇപ്പൊ നിങ്ങൾ നോക്ക്, ഫാൻസി കടയിൽ പോയിട്ട് ആരെങ്കിലും ചോദിക്കോ ഈ മാലക്ക് എത്ര പൈസ, അപ്പൊ അയാൾ ചോദിക്കൂല എനിക്ക് വീരാതായിനോ എന്നതുപോലെ തന്നെയാണ്. ഓവറായിട്ട് നീട്ടിയ അർത്ഥം തന്നെ മാറിപ്പോ. അപ്പൊ നീട്ടാൻ പറ്റുന്നതേ നീട്ടാൻ പറ്റൂ. അപ്പൊ മാലിക് യൗമിദ്ദീൻ. ചില ആളുകൾ യൗമിദ്ദീൻ എന്ന് പറഞ്ഞിട്ട് ദാ ചുണ്ടിങ്ങനെ പൂട്ടും. മാലിക് യൗമിദ്ദീൻ. ആ ഫാത്തിഹ തെറ്റാണ്. എന്തുകൊണ്ട്? ഒരക്ഷരം എക്സ്ട്രാ വന്നു. ഏതാണത്? മീം. മാലിക് യൗമിദ്ദീൻ. എന്റെ പെങ്ങളെ, ഇത് ഫാത്തിഹ പഠിപ്പിക്കുകയാണ്. ഫിഖ്ഹിന്റെ നിയമപ്രകാരം ഫാത്തിഹ പഠിപ്പിക്കുന്ന ഉസ്താദിന്റെ വായ പെണ്ണിന് നോക്കാമെന്നാണ്. അതിലൊരു തെറ്റുമില്ല എന്ന് നമ്മുടെ മദ്ഹബ് നമ്മെ പഠിപ്പിക്കുകയാണ്. കാരണം അത് നിർബന്ധ പഠനമാണ്, അത് നിർബന്ധ വിഷയമാണ്. ഇനി ഞാൻ എന്ത് പ്രസംഗിച്ചിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ഫാത്തിഹ തെറ്റില്ലാതെ പറയാൻ നമ്മൾ പഠിക്കേണ്ടതാണ്, ഓതാൻ പഠിക്കേണ്ടതാണ്. പഠിക്കാൻ അറിയാത്തത് കൊണ്ടല്ല, പഠിച്ചത് മറന്നുപോയതാണ്. എന്തിനേറെ അല്ലാ എന്ന വിഷയം പറഞ്ഞപ്പോൾ പോലും ഇത്രയും കാലം ഞാൻ തെറ്റായിട്ടാണല്ലോ അല്ലാ എന്ന് പറഞ്ഞത് എന്ന് ചിന്തിച്ച മനുഷ്യന്മാർ ഈ കൂട്ടത്തിലുണ്ടല്ലോ. അതുകൊണ്ട് ആലോചിക്ക്, ഫാത്തിഹയിൽ തന്നെ എത്ര തെറ്റുകളാ കടന്നു വരുന്നത്. ചില ആളുകൾ ഇതാ ഇങ്ങനെ ഓതും. ഞാൻ മിക്കവാറും വരുന്ന തെറ്റുകൾ മാത്രം സൂചിപ്പിക്കാൻ. ഇതാ ഇങ്ങനെ തെറ്റാണ്. എന്താ തെറ്റ് മുത്താലിമിങ്ങളെ? എന്താ തെറ്റ്? ഈയാക്കാന്റെ അടുത്ത് ഈയാക്കാന്നാ പറഞ്ഞേ. ഈന്റെ അടുത്ത് നീട്ടാനില്ല. മിക്ക ആളുകളും ഉമ്മാമമാരെ ഓതൽ ഇങ്ങനെ ഈയാക്കല്ല ഇയ്യാക്ക. എന്താക്ക? ഇയ്യാക്ക. അങ്ങനെയാണ്. അല്ലാണ്ട് എന്താക്കല്ല ഇയ്യാക്കല്ല. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക, ഇയ്യാക എന്നാണ്, അല്ലാണ്ട് ഇയ്യാക അല്ല. എന്തെല്ലാം തെറ്റുകളാ കടന്നു വരുന്നത്. ഇനി മിക്ക പെണ്ണുങ്ങളും ആണുങ്ങളും തെറ്റിക്കുന്നത്, മിക്ക പെണ്ണുങ്ങളും ആണുങ്ങളും തെറ്റിക്കുന്ന ഒരു വിഷയമുണ്ട്. ഏതാ അറിയോ? ഞാൻ ഓതിത്തരാം, ശ്രദ്ധിച്ചാൽ മതി. മുത്താലിമിങ്ങൾ നിങ്ങളൊന്ന് പറഞ്ഞാൽ മതി ഏതാണ് ആ തെറ്റ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. ഞാൻ ഈ ഓതിയത് തെറ്റാണ്. ഇങ്ങനെയാണ് നമ്മൾ നിസ്കാരത്തിൽ ഓതല്, ഇങ്ങനെയാണ് എപ്പോഴും നമ്മൾ ഫാത്തിഹ ഓതല്. ഈ ഓതിയത് തെറ്റാണ്. എന്താ തെറ്റ്? അക്ഷരത്തിലല്ല തെറ്റു വന്നത്. പിന്നെയോ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം. ഒറ്റ ശ്വാസത്തിൽ നിർത്താതെ കൂട്ടിയോതി. പക്ഷെ നിർത്താതെ കൂട്ടിയോതിന് ഒരു കുഴപ്പമില്ല. പക്ഷെ കൂട്ടിയോതുമ്പോൾ ഒരു നിബന്ധന പാലിക്കേണ്ടതുണ്ട്. ആ നിബന്ധന ഞാനിപ്പോൾ പാലിച്ചിട്ടില്ല. ഇങ്ങനെയാ നമ്മളും ഫാത്തിഹ നിസ്കാരത്തിലും തദൈവ നിസ്കാരത്തിലും ഇങ്ങനെ തന്നെയാ ഫാത്തിഹ ഓതാറുള്ളത്. അതുകൊണ്ട് നിസ്കാരം ബാത്തിലാ. ഇപ്പോഴും പെണ്ണുങ്ങന്മാർക്ക് മനസ്സിലായിട്ടില്ല അതെങ്ങനെയാ തെറ്റ് വന്നത് എന്ന് പറഞ്ഞുതരാം. 2 ആയത്തുകൾ നമ്മൾ കൂട്ടിയോതിയല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. 4-5 ആയത്തുകൾ നമ്മൾ കൂട്ടിയോതിയല്ലോ. കൂട്ടിയോതുമ്പോഴുള്ള നിബന്ധന എന്താണെന്നറിയോ? ഒന്നാമത്തെ ആയത്തിന്റെ അവസാനത്തെ അക്ഷരത്തിന് എന്താണോ ഹർക്കത്തെങ്കിൽ അതങ്ങനെ തന്നെ പറഞ്ഞ് രണ്ടാമത്തെ ആയത്തിലേക്ക് കൂട്ടിയോതിയിട്ട് പറയണം, യോജിപ്പിച്ച് പറയണം. അതെങ്ങനെയാ? ഒന്ന് ഓതിത്തര കേട്ടോ. ബിസ്മിയും അൽഹംദുലും രണ്ടും ഞാൻ കൂട്ടിയോതുകയാണെങ്കിൽ ഇങ്ങനെ ഓതണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം മിൽ ഹംദു. കണ്ട? മിൽ ഹംദു റഹീമി. നിർത്തുകയാണെങ്കിൽ റഹീം. നിർത്താതെ കൂട്ടിയോതുമ്പോ റഹീം മിൽ ഹംദു.
മനസ്സിലാവുന്നുണ്ട് മങ്ങളെ? ഇത് ഏറ്റവും പഠിക്കൽ നിർബന്ധമായ വിഷയമായി പറയുന്നത് വെറുതെ പ്രഭാഷണത്തിന് മോടി കൂട്ടാൻ വേണ്ടി പറയുന്ന വാചക കസർത്തുകളല്ല. ഇത് കൃത്യമായി പഠിക്കൽ നിർബന്ധമായ വിഷയമാണ്. അപ്പൊ ഒറ്റ ശ്വാസത്തിൽ കൂട്ടിയതും എങ്ങനെ ഓതുക? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ. കണ്ട, അർറഹ്മാനിർ റഹീം മാലികി കൂട്ടിയോതും അങ്ങനെ നിബന്ധന പാലിക്കേണ്ടതുണ്ട്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിക്കട്ടെ. ഇനി മിക്ക ആളുകളും ഓതുന്ന ഒരു തെറ്റ് ഞാൻ സൂചിപ്പിച്ചു തരാം. ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താണ് തെറ്റ്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. എന്താ തെറ്റ്? ഞാൻ നിർത്തിയിട്ടുണ്ട് അവിടെ. ഗൈറിൽ മഗ്ലൂബി അലൈഹിം എന്നിടത്ത് എന്തില്ല? നിർത്താനില്ല. ആ നിർത്താനില്ലാത്തടത്ത് നിർത്തിയിട്ട് നീ ഓതിക്കഴിഞ്ഞാൽ നിന്റെ ഫാത്തിഹ തെറ്റാ. പിന്നെ എങ്ങനെയാ ഓതേണ്ടത്? ഗൈറിൽ മഗ്ലൂബി അലൈഹിം വലദ്ദാല്ലീൻ. അങ്ങനെ ഓതണമെന്നാണ്. അങ്ങനെ ഒരുപാട് തെറ്റുകുറ്റങ്ങളോ ഇരിക്കട്ടെ. ഖുർആൻ ഓതാൻ പഠിച്ചിട്ടുണ്ടോ? മദ്രസയിൽ വെച്ച് പഠിച്ചിട്ടുണ്ടോ? പക്ഷേ പാരായണമില്ലാത്തത് കൊണ്ട് പഠിച്ചത് മറന്നുപോയില്ലേ? അങ്ങനെയുള്ള മനുഷ്യന്മാര് പരലോകത്തേക്ക് കടന്നു വരുമ്പോ അവര് കുഷ്ഠരോഗികളുടെ കോലത്തിലാ വരികയെന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഇനികൾക്ക് ഖുർആൻ ഓതാനും പലതും പഠിച്ചിട്ടുണ്ടോ? പങ്ങളെ, മദ്രസയിൽ നിന്ന് അർ-റഹ്മാൻ സൂറത്ത് പഠിച്ചിട്ടുണ്ടോ? മദ്രസയിൽ നിന്ന് യാസീൻ പഠിച്ചിട്ടുണ്ടോ? മദ്രസയിൽ നിന്ന് വാഖിയ പഠിച്ചിട്ടുണ്ടോ? പക്ഷേ യാസീൻ ഒഴികെ അർ-റഹ്മാനും അൽ-വാഖിയയും നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? എന്തുകൊണ്ടാ മറക്കാനുള്ള കാരണം? യാസീൻ എപ്പോഴും ഓതുന്നുണ്ട്, അതുകൊണ്ട് മറക്കുന്നില്ല. പക്ഷെ ഓതാത്തത് മറന്നുപോയിട്ടുണ്ടോ? അപ്പൊ മറവിയുടെ കാരണം ആവർത്തനമില്ലായ്മയാണ്. മുതഅല്ലിമീങ്ങളും ശ്രദ്ധിച്ചോ, പഠിച്ചത് ഇങ്ങനെ കറാത്ത് മറാത്ത് അങ്ങനെ ആവർത്തിച്ച് പഠിച്ചുകൊണ്ടേയിരിക്കണം. എന്നാൽ ഒരിക്കലും മറക്കൂല. ഇത് ഞാൻ പണ്ട് പഠിച്ചതല്ലേ എന്ന് കരുതി പൂട്ടി വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ നീ അത് മറന്നു പോകും. അത് തർക്കീബായാലും ഇറാബായാലും ഫഅല സർഫാക്കലായാലും ഓരോന്നിങ്ങനെ പഠിച്ച് ആവർത്തിച്ചു കൊണ്ടേയിരിക്കണം. അല്ലെങ്കിൽ മറവി സംഭവിക്കുന്നതാണ്. ചില മുതഅല്ലിമീങ്ങൾ ചിന്തിക്കും, ഉസ്താദേ ഓർമ്മ ശക്തിക്ക് എന്തെങ്കിലും മരുന്നുണ്ടോ? നീ ഒരു മരുന്നും വാങ്ങിക്കൊടുക്കണ്ട, ഒരു മന്ത്രവും നിനക്ക് വേണ്ട. നിന്റെ ഓർമ്മ ശക്തി കൂടാൻ, പഠിച്ചത് മറക്കാതിരിക്കാനുള്ള ഏറ്റവും വലിയ മരുന്ന് ഒന്ന് മാത്രമാണ്, ആവർത്തനം മാത്രമാ. എത്രമാത്രം ആവർത്തിച്ചു പഠിക്കുന്നുവോ അത്രമാത്രം അത് നിന്റെ മനസ്സിൽ തങ്ങി നിൽക്കുന്നതാണ്. അതുകൊണ്ട് ആവർത്തിക്കുക. എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ, ഒരുപാട് സൂറത്തുകൾ നീ കാണാതെ പഠിച്ചിട്ടുണ്ടോ? പണ്ട് ഉസ്താദ് വഅദ് പറയുമ്പോൾ പറഞ്ഞില്ലേ, അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്ന കാര്യം, അഥവാ ഒരു സൂറത്തിന്റെ മഹത്വം നിനക്ക് പറഞ്ഞു തന്നു. ആ സൂറത്ത് നീ കാണാതെ പഠിക്കുകയും ചെയ്തു. പിന്നീട് ചൊല്ലാതെ വന്നപ്പോൾ അത് നീ മറന്നുപോയില്ലേ? ഒരുപാട് സൂറത്തുകൾ അതിൽപ്പെട്ടതാണല്ലോ. റസൂലുള്ളാഹി പഠിപ്പിക്കുകയാണ്, സ്വഹാബികളോട് ചോദിക്കുകയാണ്, ലാ യസ്തതിഉ അഹദുകും അൻ യഖറഅ അൽഫ ആയത്തിൻ കുല്ല യൗം. സ്വഹാബികളെ, എല്ലാ ദിവസവും 1000 ആയത്തുകൾ നിങ്ങൾക്ക് ഓതാൻ കഴിയുമോ എന്ന്, എല്ലാ ദിവസവും 1000 ആയത്തുകൾ ഓതാൻ കഴിയുമോ എന്ന് ചോദിച്ചപ്പോ സ്വഹാബികൾ കൈമലർത്തുകയാണ്. വമൻ യസ്തതിഉ ദാലിക, അങ്ങനെ ആർക്കെങ്കിലും കഴിയുമോ നബിയേ? എല്ലാ ദിവസവും മുറതെറ്റാതെ 1000 ആയത്തുകൾ ആർക്കെങ്കിലും ഓതി തീർക്കാൻ കഴിയോ നബിയേ എന്ന് ആ സ്വഹാബികൾ റസൂലുള്ളാഹിനോട് ചോദിക്കുകയാണ്. ആ സമയത്ത് റസൂലുള്ളാഹി പറയുകയാണ്, സൂറത്തുൽ തകാസുർ, അൽഹാകുമുത് തകാസുർ എന്ന സൂറത്തുണ്ടല്ലോ, അത് ഒരു തവണ ഓതി കഴിഞ്ഞാൽ 1000 ആയത്തുകൾ ഓതിയതിന്റെ കൂലിയാണ്.
ഇത് കേട്ടപ്പോൾ പങ്ങളെ അത് നീ കാണാതെ പഠിച്ചുവല്ലോ അല്ലേ? പിന്നീട് അത് മറന്നുപോയില്ലേ? മറന്നാൽ നീ നാളെ പരലോകത്ത് വരുന്നത് കുഷ്ഠരോഗികളുടെ കോലത്തിലാണ്. സൂറത്ത് നമുക്ക് ഓതാം, നമുക്കൊരു 1000 ആയത്ത് ഓതിയതിന്റെ കൂലി വാങ്ങാമല്ലോ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹാകുമുത് തകാസുർ ഹത്താ സുർതുമുൽ മഖാബിർ കല്ലാ സൗഫ തഅലമൂൻ ثم كلا سوف تعلمون كلا لو تعلمون علم اليقين لترون الجحيم ثم لترونها عين اليقين ثم لتسألن يومئذ عن النعيم. ഇപ്പോൾ നമുക്ക് 1000 ആയത്ത് ഓതിയതിന്റെ കൂലി കിട്ടിയിട്ടുണ്ടോ? അതുപോലെ ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ എന്ന സൂറത്തുണ്ടല്ലോ, ആ സൂറത്ത് ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ ഖുർആൻ പകുതി ഓതിയതിന്റെ കൂലിയാണ്. ഖുർആന്റെ പകുതി എത്രയാണ്? 15 ജുസ് ആണ്. 15 ജുസ് ഓതിയതിന്റെ പ്രതിഫലമാ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها يومئذ يصدر الناس أشتاتا ليروا أعمالهم فمن يعمل مثقال ذرة خيرا يره ومن يعمل مثقال ذرة شرا يره. എത്രയാ കൂലി കിട്ടിയത്? 15 ജുസ് ഓതിയതിന്റെ കൂലിയാണ്. ഇത് കേൾക്കുമ്പോ നമ്മൾ ഉമ്മാമ വിചാരിക്കും വെറുതെ ഹത്തോതാൻ തുടങ്ങിയത് ഇതന്നെ ഓതിയാ മതിയായിരുന്നു. പെണ്ണുങ്ങളെ, അത് വേറെ ഓതിക്കോ, ഇത് വേറെ ഓതിക്കോ. ഇതിപ്പോ ഒരു തവണ ഓതിക്കഴിഞ്ഞാൽ 15 ജുസ് ഓതിയതിന്റെ കൂലി കിട്ടുമെന്ന് പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ. അപ്പോ റഹ്മത്ത് ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെയെല്ലാം കിട്ടുക? ഒരു ഇദാസുൽസിലത്തല്ല ഓതിയ 15 ജുസ് ഓതിയതിന്റെ കൂലിയെല്ലാം കിട്ടുമോ? ഈ ചോദ്യത്തിന്റെ പേരാണ് വസ്വാസ്. നീ വസ്വാസോടുകൂടി ഒന്നല്ല 1000 വട്ടം ഓതിയാലും എനിക്കൊരു കൂലിയും കിട്ടൂല. ഓതുമ്പോ നല്ല വിശ്വാസത്തിലോടണം. ഇത് അള്ളാന്റെ റസൂല് പറയുന്നു കിട്ടും. പിന്നെ ഖദീജ ചിന്തിക്കുന്നു കിട്ടുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അതുകൊണ്ട് ആ വിശ്വാസത്തോടു കൂടി ഓതിക്കോ, വലിയ കൂലിയ. ഇത് പണ്ട് ഏതോ ഉസ്താദ് വഅദ് പറയുമ്പോൾ പറഞ്ഞപ്പോ നമ്മളത് കാണാതെ പഠിച്ചു. പിന്നെ 2 ആഴ്ച ഓതി, പിന്നെ അതിന്റെ ചാർജെല്ലാം തീർന്നുപോയി, പിന്നെ ഓതാൻ മറന്നുപോയി. പിന്നീട് ഇന്ന് ഏതാണ് ആ സൂറത്ത് എന്ന് പോലും നമുക്ക് കാണാതെ അറിയുന്നില്ല, ഓതാൻ വേണ്ടി കഴിയുന്നില്ല. പഠിച്ചത് എന്തായിട്ടുണ്ട്? പഠിച്ചത് എന്തായിട്ടുണ്ട്? മറന്നു പോയിട്ടുണ്ട്. അപ്പൊ പഠിച്ചത് മറന്നു പോയാൽ കുഷ്ഠരോഗികളുടെ കോലത്തിൽ പരലോകത്ത് വരുമെന്നാണ്. അള്ളാഹു കാക്കട്ടെ. അവ കൊരങ്ങന്റെ കോലത്തിൽ വരുന്നത് പറഞ്ഞു, കുഷ്ഠരോഗികളുടെ കോലത്തിൽ വരുന്നത് പറഞ്ഞു. ഇനിയോ റസൂലുള്ളാഹി പറയാൻ 10-25 കാര്യങ്ങളുണ്ട്. എല്ലാം നമുക്ക് ഇവിടുന്ന് പറയാൻ കഴിയില്ല, എന്നാലും പറയാൻ പറ്റുന്നത് പരമാവധി പറയാം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. അന്ന് മറ്റു ചില ആളുകളോ പന്നികളുടെ കോലത്തിൽ പരലോകത്തേക്ക് വരുന്ന ചില മനുഷ്യന്മാരുണ്ട്. പന്നികളുടെ കോലത്തിൽ, വളരെ വൃത്തികെട്ട കോലത്തിൽ. അതാരാ? അത്യാഗ്രഹികളായ ആളുകളാ. അത്യാഗ്രഹികളായ ആളുകൾ എത്ര കിട്ടിയാലും മതി വരൂല. ആർത്തിയാണ്, ആർത്തിയാണ്. എത്ര കിട്ടിയാലും മതി വരാത്ത ആളുകളോ. അങ്ങനെയുള്ള ആളുകള് പരലോകത്തേക്ക് കടന്നു വരുമ്പോ അവരുടെ രൂപം പന്നികളുടെ രൂപമാണെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഈ വിഷയം ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നുണ്ട്. ഈ വിഷയം ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്. പന്നികളുടെ കോലത്തിലാണ് ആർത്തിയുള്ള മനുഷ്യന്മാര് വരിക എന്ന്. പണ്ട് ആർത്തി എന്നുള്ള വലിയ വിഷയമാണ്. എല്ലാ തെറ്റിലും ആർത്തിയുണ്ട്. പണ്ട് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ കപ്പലിൽ ഓരോരുത്തരെയും ഇങ്ങനെ കയറ്റിയിട്ട് രക്ഷപ്പെടുത്താൻ, അന്നേരം കാണാൻ കപ്പലിന്റെ മൂലക്കൊരു സാധനം. ആരാ?
ഇബിലീസ് ശൈത്താനി ഇബിലീസിന്റെ മൂലക്ക് കപ്പലിന്റെ മൂലക്ക് രക്ഷപ്പെടാൻ കയറിയതാ. അപ്പൊ നൂഹ് നബി പറഞ്ഞ് ഔട്ട്, ഗെറ്റ് ഔട്ട്, എന്റെ കപ്പലിന് പുറത്തേക്ക് പോകണമെന്ന് പറഞ്ഞു. എന്നിട്ട് ഇബിലീസ് പറഞ്ഞ് എങ്ങനെങ്കിലും ഒന്ന് രക്ഷപ്പെടുത്ത്, ഞാൻ എന്തെങ്കിലും ചെയ്തു തരാം. നൂഹ് നബി ചോദിച്ചു നീ എന്താ ചെയ്തു തരാ? അന്നേരം പറഞ്ഞു ഞാൻ മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ 5 തന്ത്രങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ഉമ്മ ഖദീജ, മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ 5 തന്ത്രങ്ങൾ ഞാൻ ഉപയോഗിക്കാറുണ്ട്. ആ 5 തന്ത്രങ്ങളിൽ 3 ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, 2 പറഞ്ഞു തരൂല. എന്നിട്ട് എന്നെ കപ്പലിൽ രക്ഷപ്പെടുത്തണോന്ന് പറഞ്ഞു. എന്നിട്ട് നൂഹ് നബി പറഞ്ഞു എന്നാ പിന്നെ പറഞ്ഞു തരാന്ന് പറഞ്ഞ 3 പറഞ്ഞു തരണ്ട, പറഞ്ഞു തരൂല എന്ന് പറഞ്ഞ 2 പറഞ്ഞെന്നാ മതി. എന്നാ പിന്നെ ഇബ്ലീസ് കുടുങ്ങി. ലാസ്റ്റ് പറഞ്ഞു കൊടുത്ത്. എന്താ പറഞ്ഞു കൊടുത്തെന്നറിയോ? മനുഷ്യന്മാരെ വഴിതെറ്റിക്കാൻ ഞാൻ ഏറ്റവും ഉപയോഗിക്കുന്ന 2 തന്ത്രങ്ങളും, 1 അസൂയയാണ്, 2 ആർത്തിയാണ്. 1 അസൂയയാണ്, 2 ആർത്തിയാണ്. എത്ര ശരിയാണത്. കാരണം അസൂയ എടുത്തു നോക്കോ, ഈ ദുനിയാവിൽ ഭൂമിയിൽ ആദ്യം നടന്ന തെറ്റിന്റെ കാരണം അസൂയയാണ്. പരലോകത്ത് നടന്ന അഥവാ സ്വർഗലോകത്ത് നടന്ന, വാനലോകത്ത് നടന്ന, ആകാശത്ത് വെച്ച് നടന്ന ആദ്യത്തെ തെറ്റിന്റെ കാരണവും അസൂയയാണ്. 2 തെറ്റിന്റെയും കാരണം അസൂയയാണ്. ആകാശത്ത് ആദ്യം നടന്ന തെറ്റേതാ? പറ. ആദ്യം നടന്ന തെറ്റ് സുജൂദ് ചെയ്യാതിരിക്കലാണ്. ആ സുജൂദ് ചെയ്യാതിരിക്കുക എന്ന തെറ്റിന്റെ കാരണം അസൂയയായിരുന്നു, അല്ലേ? ഇനിയോ ദുനിയാവിൽ വെച്ച് ആദ്യം നടന്ന തെറ്റോ? കൊലപാതകല്ലേ? നിങ്ങളെന്തോന്ന് അന്നെ പറ്റിക്കുന്നല്ലേ? ഞാൻ ഈ സൗണ്ടെല്ലാം അടഞ്ഞിട്ട് ഭയങ്കര തൊണ്ടവേദന, ഒരു മൂക്കിങ്ങനെ അടഞ്ഞുകൊണ്ട് വരും. അതുകൊണ്ട് ശ്വാസം വായിലോട്ട് എടുക്കേണ്ടി വരും. അപ്പൊ പിന്നെ തൊണ്ട പറ്റുന്നത്, അതുകൊണ്ടാണ് കുറച്ച് പ്രയാസം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് വിഷമമുണ്ടാ? കണ്ട, എനിക്ക് വിഷമമുള്ളത് കൊണ്ട് അവർക്ക് ഒരു വിഷമമില്ല. ഇതാ മനുഷ്യന്മാരുടെ അവസ്ഥ. ഒരു സ്നേഹം എന്ന് പറയുന്ന സാധനമില്ല. ഞാൻ കരുതി നമ്മളെല്ലാം ഒരു വർഗ്ഗമല്ലേ, അപ്പൊ എന്തായാലും സ്നേഹം ഉണ്ടാവും. ഇത് അതും ഇല്ല. നിങ്ങൾക്കൊരു വിഷമമില്ല അല്ലേ? ഞങ്ങൾക്ക് ഇങ്ങനെ ആയതുകൊണ്ട് ഇല്ല. അള്ളാഹു സ്നേഹം നിലനിർത്തട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അപ്പൊ നോക്ക് നിങ്ങൾ, പിന്നെ അസൂയയാണ് 2 തെറ്റിന്റെയും അടിസ്ഥാനപരമായ കാരണം. ഇനി നിങ്ങൾ നോക്ക്, 2ാമത്തെ തെറ്റ്, 2ാമത്തെ തന്ത്രം പറഞ്ഞത് ആർത്തിയാണ്. ഏത് തെറ്റും എടുത്തു നോക്കൂ, അതിൽ ആർത്തിയുടെ അംശം കാണാം. വ്യഭിചാരമായാലും കള്ളുകുടിയായാലും മോഷണമായാലും ഏത് തെറ്റുകൾ എടുത്തു നോക്കിയാലും അത് ആർത്തിയല്ലേ, ആർത്തിയല്ലേ. 10 രൂപക്ക് വേണ്ടി മനുഷ്യനെ കൊല്ലുന്ന കാലമാണ്. 10 രൂപക്ക് വേണ്ടി മനുഷ്യനെ കൊന്നിട്ട് വലിച്ചെറിയുന്നൊരു കാലത്തല്ലേ നമ്മളുള്ളത്. പാവപ്പെട്ട ഉമ്മാന്റെ അലിക്ക തൂരിയെടുക്കാൻ ചെവി മുറിച്ചു പോകുന്ന കള്ള, പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ പോക്കറ്റ് അടിക്കാൻ അവന്റെ നെഞ്ചിലേക്ക് കടാര കുത്തിയിരിക്കുന്ന കള്ള. ഏത് തെറ്റെടുത്തു നോക്കിക്കഴിഞ്ഞാലും ആർത്തിയുടെ അംശമില്ലേ? ശരിയാണ് ഇബ്ലീസ് പറഞ്ഞത്. ഇരിക്കട്ടെ, ആർത്തി വലിയ വിഷയമാണ്. പക്ഷേ ആർത്തി തൊട്ട് തീണ്ടാത്ത, അത്യാഗ്രഹങ്ങളില്ലാതെ ജീവിച്ച പണ്ഡിതന്മാര് കടന്നുപോയിട്ടുള്ളൂ. അവരിൽപ്പെട്ടവരല്ലേ മഹാനായ ശൈഖുനാ കാളമ്പാടി ഉസ്താദ്. എന്താ കാളമ്പാടി ഉസ്താദിന്റെ അവസ്ഥ? ആരാണ് കാളമ്പാടി ഉസ്താദ് എന്ന് ഞാൻ പരിചയപ്പെടുത്തേണ്ടതില്ലല്ലോ. ആ കാളമ്പാടി ഉസ്താദ് ആ മഹാനവറുകള് സമസ്തയുടെ പ്രസിഡന്റ് ആയതിന് ശേഷം ആ ഉസ്താദിന്റെ വീട് ചെറിയൊരു വീടാണ്, ഓടിട്ട ചെറിയൊരു വീടാണ്. അന്നേരം ആ ഉസ്താദിന്റെ മകനുണ്ട്, അഡ്വക്കറ്റായ മകനാണ്. ആ മകൻ പറഞ്ഞു, ഉസ്താദേ, പിതാവിനോട് പറയാണ്, പിതാവേ, അങ്ങിപ്പോൾ സാധാരണ പണ്ഡിതനല്ല, അങ്ങിപ്പോൾ വലിയ പ്രസിഡന്റാണ്. അതുകൊണ്ട് ഒരുപാട് ആളുകൾ കാണാൻ വരുമല്ലോ, ദുആ ചെയ്യിപ്പിക്കാൻ വരുമല്ലോ, ഫത്വ ചോദിക്കാൻ വരുമല്ലോ, മസ്അല ചോദിക്കാൻ വരുമല്ലോ, പലരും അങ്ങ് കാണാൻ വേണ്ടി വരുമല്ലോ. അതുകൊണ്ട് വരുന്നവർക്ക് വീട്ടിലിരിക്കാൻ നല്ലൊരു കസാര വേണ്ടേ?
ആകെയുള്ളത് ഈ ഒരു ബെഞ്ചാണ്. അതാണെങ്കിൽ കാല് പൊട്ടിയിട്ട് കയറുകൊണ്ട് കൂട്ടിക്കെട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് പുതിയ കസേര വാങ്ങിക്കോട്ടെ എന്ന് ഈ അഡ്വക്കറ്റായ മകന് തന്റെ പിതാവായ കാളമ്പാടി ഉസ്താദിനോട് ചോദിച്ചപ്പോ കാളമ്പാടി ഉസ്താദ് പറയുകയാണ്, ഈ കസേരയിൽ ഇരിക്കാൻ പറ്റുന്നവര് എന്നെ കാണാൻ വന്നാൽ മതി എന്ന്. എന്റെ മുത്തുമൂമിനീങ്ങളെ ആലോചിച്ചു നോക്കൂ, ഇങ്ങനെ ജീവിച്ച മഹാന്മാര് നമ്മുടെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അല്ലാ അവരുടെ പാത പൂർണ്ണമായും അനുധാവനം ചെയ്യാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണേ അല്ലാ. ആർത്തിയില്ലാതെ ജീവിച്ചു പോയ മനുഷ്യന്മാർ, ആർത്തി ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന ആളുകളോ, അവര് പരലോകത്തേക്ക് വരുമ്പോ അവരുടെ കോലം പന്നികളുടെ കോലമാണ്. പാടില്ല എന്ന് കരുതിയിട്ട് ദരിദ്രനായി ജീവിക്കണമെന്നൊന്നുമില്ല. ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ വേണ്ടി കഴിയണം, വേണ്ടേ? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഫഖർ. അല്ലാഹുവേ, ഫഖറിൽ നിന്ന് നിന്നോട് ഞാൻ കാവല് തേടുന്നു അല്ലാഹ് എന്ന് റസൂലുള്ളാഹി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. ഫഖീറാവാതെ, ആരെ കൊണ്ടും പറയിപ്പിക്കാതെ, കടം വാങ്ങേണ്ട അവസ്ഥ വരാതെ ഇസ്സത്തോടെ ജീവിക്കാൻ വേണ്ടി കഴിയണം. അതിനുവേണ്ടി റസൂലുള്ളാഹി പ്രാർത്ഥന നടത്തിയിട്ടുണ്ട്. എന്റെ പ്രിയപ്പെട്ട പങ്കളെ, ഈ വിഷയം കേൾക്കുമ്പോൾ നമ്മൾ വിചാരിക്കും ഇനി ഒന്നിനോടും ആഗ്രഹം വേണ്ട, ആഗ്രഹം വേണ്ട എന്ന്. ആഗ്രഹം വേണ്ട എന്നല്ല പറഞ്ഞത്, അത്യാഗ്രഹം വേണ്ട എന്നാണ് പറഞ്ഞത്. വിഷയം നന്നായി ശ്രദ്ധിക്കാൻ വേണ്ടി കഴിയണം. നിങ്ങൾ അറിയോ, മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു രോഗിയായി വീട്ടിൽ കിടക്കുകയാണ്. അന്നേരം മൂന്നാം ഖലീഫയായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു കാണാൻ വേണ്ടി വന്നു. എന്നിട്ട് രോഗിയായി കിടക്കുന്ന ധാരാളം പെൺകുട്ടികളുടെ പിതാവായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് ചോദിക്കുകയാ, ഇബ്നു മസ്ഊദ്, അല്ലയോ ഇബ്നു മസ്ഊദേ, ഞാൻ നിങ്ങൾക്ക് വല്ല സഹായവും ചെയ്തു തരട്ടെ എന്ന്. അന്നേരം ഇബ്നു മസ്ഊദ് എന്നിട്ട് ചോദിച്ചു, നിങ്ങൾക്ക് വല്ല ആഗ്രഹങ്ങളുമുണ്ടോ എന്ന്, നിങ്ങൾക്ക് വല്ല മോഹവുമുണ്ടോ എന്ന്. അന്നേരം പറയാണ്, എനിക്ക് ഒറ്റ മോഹം മാത്രമേ ഉള്ളൂ, റഹ്മത്തു റബ്ബി, എന്റെ അള്ളാഹുവിന്റെ റഹ്മത്താണ്, അതല്ലാത്ത വേറൊരു മോഹം എനിക്കില്ല എന്ന് മഹാനായ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. കാര്യങ്ങൾ അങ്ങനെയൊക്കെയാണെങ്കിലും ഒടുക്കം ഉസ്മാൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു, നിങ്ങൾക്ക് ഞാൻ സാമ്പത്തിക സഹായം ചെയ്യട്ടെ എന്ന്. അന്നേരം ഇബ്നു മസ്ഊദ് പറയാണ്, പുഞ്ചിരിച്ചിട്ട് പറയാണ്, അല്ല അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ വിചാരിക്കുന്നത്, എനിക്ക് ദാരിദ്ര്യം വരുമെന്നാണോ? ഇല്ല ഇല്ല, എനിക്കോ എന്റെ മക്കൾക്കോ ദാരിദ്ര്യമുണ്ടാവുകയില്ല. കാരണം റസൂലുള്ളാഹി പറയുന്നത് ഞാൻ എന്റെ ചെവി കൊണ്ട് കേട്ടതാണ്. മൻ ഖറഅ സൂറത്തുൽ വാഖിഅ, ആരെങ്കിലും എല്ലാ രാത്രിയിലും സൂറത്തുൽ വാഖിഅ പാരായണം ചെയ്തു കഴിഞ്ഞാൽ അവൻ ഒരിക്കലും ദാരിദ്ര്യമുണ്ടാവൂല എന്ന് റസൂലുള്ളാഹി പറഞ്ഞത് ഞാൻ എന്റെ കാതുകൊണ്ട് കേട്ടതാണ്. അന്ന് മുതൽ സൂറത്തുൽ വാഖിഅ ഞാൻ പാരായണം ചെയ്യാറുണ്ട്, എന്റെ പെൺമക്കൾ പാരായണം ചെയ്യാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും എന്റെ വീട്ടിൽ ദാരിദ്ര്യം വരൂല എന്ന് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയാൻ. അപ്പൊ ആർത്തിയില്ലാതെ ജീവിക്കുമ്പോഴും ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കഴിയണം. അതിന് രണ്ട് വിഷയങ്ങൾ പ്രധാനമായിട്ട് ശ്രദ്ധിക്കണം. എന്റെ പെങ്ങന്മാരോട് പറയാൻ ശ്രദ്ധിക്കണേ, നമ്മളെ വീട്ടിൽ ദാരിദ്ര്യമില്ലാതെ സമ്പൽ സമൃദ്ധി കടന്നു വരാൻ നിന്റെ വീട്ടിലേക്ക് കയറി പോകുന്ന സമയത്തോ സലാം പറയണേ, സലാം പറഞ്ഞിട്ട് കയറണം. ഇനി നിന്റെ വീട്ടിൽ ആരുമില്ല എങ്കിലോ അപ്പോഴും ചൊല്ലണം സലാം. പക്ഷെ അത് സാധാരണ സലാമല്ല, പിന്നെ എന്താ? അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ എന്നാണ് സലാം പറയേണ്ടത്. അഥവാ നമ്മുടെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത പലരും ആ വീട്ടിലുണ്ടല്ലോ, മലക്കുകളുണ്ടല്ലോ, ജിന്നുകളുണ്ടല്ലോ, അവരോടാ സലാം പറയുന്നത്. അതുകൊണ്ട് ആരുമില്ല എന്ന് കരുതിയിട്ട് സലാം പറയാതിരിക്കണ്ട. നിന്റെ വീട്ടിലേക്ക് കയറുമ്പോ ആരുമില്ലെങ്കിലും ചൊല്ലിക്കോ, അസ്സലാമു അലൈനാ വഅലാ ഇബാദില്ലാഹിസ് സ്വാലിഹീൻ. അങ്ങനെ ചൊല്ലിയിട്ട് കയറുന്നവരുടെ വീട്ടിൽ ദാരിദ്ര്യമുണ്ടാവൂല. ഇത് ഞാൻ പറഞ്ഞതല്ല, ഇത് അല്ലാഹുവിന്റെ ഹബീബ് മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തന്നതാണ്. ഇനിയോ കേൾക്കണം മറ്റൊരു കാര്യം. നിന്റെ വീട്ടിൽ സമ്പൽ സമൃദ്ധി കടന്നു വരാൻ, ദാരിദ്ര്യമില്ലാതിരിക്കാൻ നിന്റെ വീട്ടില് റഹ്മത്തിന്റെ മലക്ക് കയറി വരണമെന്നാണ്. പക്ഷെ റസൂലുള്ള പറയുന്നു, ചില വീടുകളുണ്ടോ ആ വീടുകളിൽ ഒരിക്കലും റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരൂല. ഏതാണ് ചില വീടുകളോ ഒരിക്കലും റഹ്മത്തിന്റെ മലക്ക് കയറി വരാത്ത വീടേതോ? ലാ തദ്ഖുലുൽ മലായികതു ബൈതാ, ചില വീടുകളിൽ റഹ്മത്തിന്റെ മലക്കുകൾ കയറി വരൂല. എങ്ങനെയുള്ള വീടാ? ഫീഹി കൽബു വലാ തസ്വാവീർ, നായകളുള്ള വീട്. രണ്ടാമത്തതോ ഫോട്ടോകളുള്ള വീടുകളോ. ആ വീട്ടിലേക്ക് റഹ്മത്തിന്റെ മലക്ക് വരൂല എന്ന് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, വീട്ടിൽ ഫോട്ടോകളുണ്ടോ? അഥവാ നിന്റെ വീടിന്റെ സെന്റർ ഹാളിലെ അലമാരയിലെ ഷോക്കേസിലും ഭംഗിക്ക് വേണ്ടി ഒരുപാട് ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളുണ്ടല്ലോ. മാനിന്റെ, മുയലിന്റെ, ആനയുടെ, പൂച്ചയുടെ ഒരുപാട് രൂപങ്ങൾ ഭംഗിക്ക് വേണ്ടി വെച്ചിട്ടുണ്ടോ? ആ വീടുകളിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല. അതുപോലെ ഭർത്താവിന്റെ ഫുൾ സൈസ് ഫോട്ടോ വെച്ചിട്ടുണ്ടോ? കുഞ്ഞുമക്കളുടെ ഫുൾ സൈസ് ഫോട്ടോ നിന്റെ വീടിലെ അലമാരയിൽ ഭംഗിക്ക് വേണ്ടി പ്രദർശിപ്പിച്ചിട്ടുണ്ടോ? എങ്കിൽ ആ വീട്ടിൽ റഹ്മത്തിന്റെ മലക്ക് വരൂല എന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ. റഹ്മത്തിന്റെ മലക്ക് വന്നിട്ടില്ല എങ്കിൽ പിന്നെ അവിടെ സമ്പൽ സമൃദ്ധി ഉണ്ടാവൂല. ഇനി പെങ്ങളെ, നീ ഇന്ന് വീട്ടിലേക്ക് പോയ ഉടനെ ആദ്യം പരിശോധിക്കേണ്ടത് നിന്റെ വീടിന്റെ അലമാരയാണ്. ജീവനുള്ള വസ്തുക്കളുടെ രൂപങ്ങളുണ്ടോ, ഫോട്ടോകളുണ്ടോ? എങ്കിൽ അത് മാറ്റിവെച്ചോ. അപ്പൊ ആർത്തിയുള്ള മനുഷ്യന്മാര് പരലോകത്ത് വരുമ്പോ പന്നികളുടെ കോലമാണ്. ഇനി മറ്റു ചില ആളുകളുണ്ട്, തല പിൻഭാഗത്തേക്ക് ചരിക്കപ്പെട്ടവർ, കൈകാലുകൾ ഒടിക്കപ്പെട്ടവർ, കാലിങ്ങനെ ഒടിച്ചിട്ടുണ്ട്, തല ഇങ്ങനെ പിന്നിലേക്ക് തിരിച്ചു വെക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പരലോകത്തേക്ക് വരുന്നവർ ആരാ? പലിശ തിന്നുന്നവരാ, പലിശ വാങ്ങുന്നവരെ, പലിശ കൊടുക്കുന്നവരെ, പലിശക്ക് വേണ്ടി എഴുതുന്നവരോ, പലിശക്ക് വേണ്ടി ജാമ്യം നിൽക്കുന്നവരോ, പലിശയുമായി ഇടപാട് നടത്തുന്നവർ ആരൊക്കെയുണ്ടോ അവരുടെ തല പിന്നിലേക്ക് ചരിക്കപ്പെട്ട നിലയിലാണ്, കൈകാലുകൾ ഒടിക്കപ്പെട്ട നിലയിലാണ് എന്ന് മഹാനായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്. വലിയ ഗൗരവമുള്ള വിഷയമാണ് പലിശ. പലിശയുടെ അറ്റ് ലാസ്റ്റ് അവസാനത്തെ ശിക്ഷ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, സ്വന്തം ഉമ്മാനെ വ്യഭിചരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് എത്രയാണോ ശിക്ഷ പരലോകത്ത് കിട്ടുന്നതെങ്കിലോ അത്രയും വലിയ ശിക്ഷയാ. ആ പലിശയിൽ നിന്ന് ഏറ്റവും ചെറുത് നീ നേടിയാൽ നിനക്ക് കിട്ടുക എന്ന് മുഹമ്മദ് മുസ്തഫ. ഇത് കേൾക്കുമ്പോ മിക്ക ആളുകളും പറയും നമ്മളും പലിശയായിട്ട് ഒരു ഇടപാടില്ല. പൊന്ന് പണയം വെക്കുന്നവരുണ്ടോ? പൊന്ന് പണയം വെക്കലും പലിശയാണ്. പെങ്ങളെ കേൾക്ക്, സ്വർണം പണയം വെക്കുന്നില്ലേ? അത് പലിശയാണ്, പലിശയാണ്, പലിശയാണ്. ആ പലിശ നരകത്തിലേക്കാണ്, ഒരു സംശയവും വേണ്ട. അതുപോലെ പൊന്ന് കൊടുത്തിട്ട് പൊന്ന് വാങ്ങാറുണ്ട്. പലിശ കടന്നു വരുന്ന രംഗം നോക്കിയാൽ നിങ്ങൾ, പൊന്ന് കൊടുത്തിട്ട്, ഇപ്പൊ ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാം, 1.25 പവൻ പഴയ പൊന്നു കൊടുക്കും. ഇപ്പൊ നിങ്ങള് കേൾക്കണേ, 1.25 പവൻ പഴയ പൊന്നു കൊടുക്കും, എന്നിട്ട് 1 പവന്റെ പുതിയ പൊന്നു വാങ്ങും. ഇത് പലിശയാണ്. ഉസ്താദ്, അതെങ്ങനെയാ പലിശ വന്നത്? ഒരേ തുല്യ സാധനങ്ങള് പകരം കൊടുത്ത് ഇങ്ങനെ ഈ വിൽപ്പന നടത്തുന്ന സമയം രണ്ടും തുല്യ അളവായിരിക്കണമെന്ന് നിബന്ധനയാണ്. എന്നാൽ പൊന്നും പരസ്പരം കച്ചവടം ചെയ്യുമ്പോൾ രണ്ടും തുല്യ അളവായിരിക്കണം. പക്ഷെ കൊടുക്കുന്നത് 1.25 പവൻ, തിരിച്ചു കിട്ടുന്നത് 1 പവൻ. അപ്പൊ നമ്മൾ പെണ്ണുങ്ങന്മാർ പറയും, ഉസ്താദ് കൊടുക്കുന്നത് പഴയ പൊന്നല്ലേ? പഴയതായാലും പുതിയതായാലും ഒരേ സാധനം കൊടുക്കുമ്പോൾ തുല്യ അളവായിരിക്കണമെന്നാണ്. അപ്പൊ പിന്നെന്താ വഴി? പൊന്ന് വാങ്ങണമെങ്കിൽ ഒന്നുമില്ല, 1.25 പവന്റെ പൊന്ന് നിങ്ങൾ വിൽക്ക, എന്നിട്ട് പൈസ വാങ്ങാം. ആ പൈസ കൊടുത്തിട്ട് 1 പവന്റെ സ്വർണം വാങ്ങാം, ഒരു കുഴപ്പമില്ല.
കൃത്യമായി ഇത് വകതിരിച്ച് മനസ്സിലാക്കേണ്ടതാണ് നമ്മൾ. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ച് തരട്ടെ. അതുപോലെ പൊന്ന് പണയം വെക്കുന്ന വിഷയം വലിയ ഗൗരവമുള്ള വിഷയമാണ്. അള്ളാഹു നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ച് തരട്ടെ. പലിശയിൽ നിന്ന് അള്ളാഹു രക്ഷിക്കുമാറാകട്ടെ. ഇനിയോ പരലോകത്തേക്ക് ചില മനുഷ്യന്മാര് കടന്നു വരുമ്പോ അവര് അന്ധരാണ്, മൂകരാണ്, ബധിരരാണ്, കണ്ണ് കാണാത്തവരായി, കാത് കേൾക്കാത്തവരായി, സംസാരശേഷിയില്ലാത്തവരായി ചില മനുഷ്യന്മാർ പരലോകത്തേക്ക് കടന്നു വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. അവരാരാണെന്നറിയോ? കണ്ണ് കാണാത്തവരായി, കാത് കേൾക്കാത്തവരായി, സംസാരശേഷിയില്ലാത്തവരായി പരലോകത്തേക്ക് വരുന്നവരാരാണെന്നറിയോ? അവര് പേരും പെരുമയും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവരാണ്. പേരും പെരുമയും ആഗ്രഹിച്ച് പ്രവർത്തിക്കുന്നവർ. എന്ത് ചെയ്യുമ്പോഴും നാട്ടാർ കാണണം, നാട്ടാർ അറിയണം എന്ന് ചിന്തിക്കാം. ഇപ്പൊ ഈ വാതിന് വന്ന ഒരു പെണ്ണുങ്ങൾ, ഒരു ഉമ്മാമ, ഇന്ന് രാത്രി ഉറങ്ങി, പക്ഷെ കുറച്ച് ഉറങ്ങി, പിന്നെ എണീച്ച് ഉറക്കം കിട്ടുന്നില്ല. അപ്പൊ പിന്നെ ഒരുപാട് അങ്ങോട്ട് തിരിഞ്ഞു നടന്ന് ഉറക്കം കിട്ടുന്നില്ല, എണീച്ച് നടന്ന് ഉറക്കം കിട്ടുന്നില്ല. ലാസ്റ്റ് എന്നാ പിന്നെ 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിക്കാന്ന് കരുതി തഹജ്ജുദ് നിസ്കരിച്ചു. പിറ്റേന്ന് രാവിലെ കാണാൻ, നാളെ രാവിലെ തന്നെ അപ്പുറത്ത് വീട്ടിൽ പോയിട്ട് പറയും, സൈനബോ ഇന്നലെ രാത്രി എന്തോ ഒരു തണുപ്പാന്നറിയോ, തഹജ്ജുദ് നിസ്കരിക്കാൻ എണീച്ചപ്പോ എന്തോ തണുപ്പ്, കൊടുക്കാൻ തന്നെ കഴിയുന്നില്ല. ആദ്യമായിട്ട് റമദാനിന് ശേഷം ആദ്യമായിട്ട് ഇന്നലെ തഹജ്ജുദ് നിസ്കരിച്ചത്. അത് നാട്ടാർ അറിയിക്കല പണി, തണുപ്പ് അറിയിക്കലൊന്നല്ല പണി, അത് തഹജ്ജുദ് നിസ്കരിച്ചിട്ടുണ്ടെന്ന് അറിയിക്കാനാ. മനുഷ്യന്മാരുടെ അവസ്ഥയാണ്. പേരും പെരുമയും ആഗ്രഹിച്ചിട്ട് പ്രവർത്തിക്കാം. ഒരു സ്ഥലത്ത് വാഴതിന് വേണ്ടി പോയപ്പോൾ എന്റെ പേര് വിളിച്ചു. ഞാൻ ഇരുന്നിടത്ത് നിന്ന് എണീച്ച് ഈ വാഴതിന്റെ ഈ പ്രസംഗപീഠത്തിലേക്ക് നടന്നു വരാം. അന്നേരം അവിടുത്തെ സെക്രട്ടറി എന്നോട് പറഞ്ഞു, ആ ഗ്യാപ്പിലാണ് എന്നോട് പറയുന്നത്, ഉസ്താദെ എന്റെ പേര് ഡാഷ് ഡാഷ് ഹാജി എന്നാണ്. ഡാഷ് ഞാൻ ഒഴിവാക്കിയത് കേട്ടോ. ഡാഷ് ഡാഷ് ഹാജി എന്നാണ്. പിന്നെ ഞാനാണ് ഇതിന്റെ സെക്രട്ടറി, പ്രസംഗിക്കുമ്പോ പറഞ്ഞു. ഞാനിങ്ങനെ ചിന്തിച്ചു, ഇതെന്ത് കഥ പഠിച്ചോനെ. ഇതിന്റെ പേരാണ് പേരും പെരുമയും ആഗ്രഹിച്ച് പ്രവർത്തിക്കാം. അങ്ങനെയുള്ളവർ അന്ധന്മാരായി, കണ്ണ് കാണാത്തവരായി അവർ പരലോകത്ത് വരുമെന്ന് മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നാ ആർക്ക് വേണ്ടിയാ പ്രവർത്തിക്കേണ്ടത്? ജല്ല ജലാലായ റബ്ബുൽ ആലമീനായ അല്ലാഹുവിന് വേണ്ടിയാ പ്രവർത്തിക്കേണ്ടത്. കൊടുക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, വാങ്ങുന്നത് അല്ലാഹുവിന് വേണ്ടി, പറയുന്നത് അല്ലാഹുവിന് വേണ്ടി, നടക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, ഇരിക്കുന്നത് അല്ലാഹുവിന് വേണ്ടി, എല്ലാം പടച്ച തമ്പുരാന് വേണ്ടി പ്രവർത്തിക്കാൻ നമുക്ക് കഴിയുണ്ട്. അതല്ലേ മഹാനായ ഇസ്ലാമിന്റെ 4ാമത്തെ റിപ്പബ്ലിക് നായകനായ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. എന്റെ പങ്ങന്മാര്, സഹോദരന്മാര് ശ്രദ്ധിച്ചു കേട്ടോ. അലിയാർ തങ്ങൾ ഒരു യുദ്ധത്തിൽ പങ്കെടുക്കുകയാണ്. പക്ഷേ ആ യുദ്ധത്തില് ഒരു വലിയ ആജാന ബാഹുവായ ഒരു ശത്രുവുണ്ട്. ആ ശത്രു തന്റെ ഒരു കുതിരപ്പുറത്ത് കയറി നിന്നിട്ട് ഒരുപാട് സ്വഹാബികളെ തന്റെ വാളുകൊണ്ട് കൊന്നൊടുക്കുകയാണ്. ഒരുപാട് സ്വഹാബികളെ വകവരുത്തുകയാ. ഇത് കണ്ടപ്പോൾ അലിയാർ തങ്ങൾക്ക് അങ്ങോട്ട് ദേഷ്യം വന്നു. അലിയാർ തങ്ങൾ എഴുന്നേറ്റ് നിന്നു. ആ വാളെടുത്തിട്ട്, ദുൽഫുക്കാർ എന്ന വാളെടുത്തിട്ട് ഈ ശത്രുവിന്റെ അരികെ വന്നിട്ട് ആ കുതിരപ്പുറത്ത് നിന്ന് ശത്രുവിനെ വലിച്ച് താഴേക്കിടുകയാണ്. ആ വീഴ്ചയുടെ ആഘാതത്തിൽ വാള് തെറിച്ചു പോവുകയാണ്. നിരായുധനായി ആ യുദ്ധക്കളത്തിൽ വീണ് കിടക്കുകയാണ് ശത്രു. ഒരുപാട് സ്വഹാബികളെ കൊന്നവനാണ്. ആ സമയത്ത് അലിയാർ തങ്ങള് തന്റെ വാളങ്ങുയർത്തിയിട്ട് ആ ശത്രുവിനെ കൊല്ലാൻ വേണ്ടി പോവുകയാണ്. ആ ശത്രുവിനെ തന്റെ വാളുകൊണ്ട് ആഞ്ഞുവെട്ടാൻ വേണ്ടി പോവുകയാ. ആ സമയത്ത് ആ ശത്രു അലിയാർ തങ്ങളെ മുഖത്തേക്ക് തുപ്പിക്കളയുകയാണ്. അലിയാർ തങ്ങളുടെ മുഖത്തേക്ക് തുപ്പുകയാണ്. തുപ്പിയപ്പോൾ അലിയാർ തങ്ങളൊന്നും ചെയ്യാതെ അലിയാർ തങ്ങൾ സ്വഹാബികളിലേക്ക് തിരിച്ചു നടക്കുകയാണ്. ഒന്നും ചെയ്തില്ല. മുഖത്തേക്ക് തുപ്പിയപ്പോൾ ഒന്നും ചെയ്യാതെ തിരിച്ചു പോവുകയാണ്. ആ സമയത്ത് സ്വഹാബികൾ ചോദിച്ചല്ല അലിയേ, ഒരുപാട് സ്വഹാബികളെ കൊന്ന ആ ശത്രുവിനെ വെട്ടാൻ നല്ലൊരു അവസരം കിട്ടിയിട്ട് എന്തേ നിങ്ങളത് ചെയ്യാതിരുന്നത് എന്ന്. അന്നേരം അലിയാർ തങ്ങൾ പറയുന്നത്, ഞാൻ യുദ്ധം ചെയ്തത് അല്ലാഹുവിന് വേണ്ടിയാ. ഞാൻ ആ മനുഷ്യനെ കുതിരപ്പുറത്ത് നിന്ന് താഴേക്കിട്ടത് അല്ലാഹുവിന് വേണ്ടിയാ. ഞാൻ അവനെ വെട്ടാൻ വേണ്ടി വാളോങ്ങിയത് അല്ലാഹുവിന് വേണ്ടിയാ. പക്ഷേ അവൻ എന്നെ മുഖത്തേക്ക് തുപ്പിയപ്പോ ഇനി ഞാൻ വെട്ടിക്കഴിഞ്ഞാൽ അത് എന്നെ തുപ്പിയതിന്റെ പേരിലായി പോകും.
എന്ന് ചിന്തിച്ചിട്ടാ ഞാൻ അവനെ ഒന്നും ചെയ്യാതിരുന്നത് എന്ന് ബഹുമാനപ്പെട്ട അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു മറുപടി പറയുകയാ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, പേരും പെരുമയും ആഗ്രഹിച്ചു പ്രവർത്തിക്കല്ല. ആരെന്തു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഒരു വിഷയമാക്കി എടുക്കല്ല. ചെയ്യുന്നത് മുഴുവനും അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയണം. അല്ലാഹു തൗഫീഖ് തരട്ടെ, അല്ലാഹു തൗഫീഖ് തരട്ടെ. ചെയ്യുന്നത് അല്ലാഹുവിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയണം. അങ്ങനെയാ കഴിയേണ്ടത്. നിങ്ങളറിയോ, മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഭരണസമയം അഥവാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. 2-3 ദിവസം കഴിഞ്ഞപ്പോ ഉമർ റളിയല്ലാഹു അൻഹു ഭരണസാരഥ്യം ഏറ്റെടുത്തല്ലോ. ഉമർ റളിയല്ലാഹു അൻഹു ഒരു സ്വഭാവമുണ്ട്. എന്താ, രാത്രി ആയി കഴിഞ്ഞാൽ ഇങ്ങനെ നടക്കും. എന്നിട്ട് തന്റെ നാട്ടിൽ ആരെങ്കിലും വിഷമങ്ങളും പ്രയാസങ്ങളും അനുഭവിക്കുന്നുണ്ടോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആ നാടിങ്ങനെ കറങ്ങും. ആ കറങ്ങുന്നതിനിടയിലോ താൻ ഭരണമേറ്റെടുത്ത ആദ്യത്തെ ദിവസം ഇങ്ങനെ കറങ്ങുന്നതിനിടയിലോ ഒരു വൃദ്ധയുടെ വീട് കാണുകയാണ്. അവിടെ വയസ്സായ ഒരു ഉമ്മാമ മാത്രമേ ഉള്ളൂ. അതും കണ്ണു കാണാത്ത ഉമ്മാമയാണ്. ആ സമയത്ത് ഉമർ റളിയല്ലാഹു അൻഹു ആ രാത്രിയിൽ ഉമ്മാമയുടെ വീട്ടിൽ കയറിയിട്ട് ഉമ്മാമയുടെ വീട് വൃത്തിയാക്കി കൊടുത്തു. ഉമ്മാമയുടെ വസ്ത്രമലക്കി കൊടുത്തു. ഉമ്മാമാക്ക് വേണ്ടതെല്ലാം ചെയ്തു കൊടുത്തു. ഉമ്മാമാക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു. എല്ലാം കഴിഞ്ഞ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ നേരത്തോ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിക്കുകയാണല്ല, ഞാൻ ആദ്യമായിട്ടാണല്ലോ ഈ കണ്ണു കാണാത്ത ഉമ്മാമാക്ക് ഇതെല്ലാം ചെയ്തു കൊടുക്കുന്നത്. എന്നാൽ ഇത്രയും കാലം ഈ വിഷയങ്ങളൊക്കെ ആരായി ഉമ്മാമാക്ക് ചെയ്തു കൊടുത്തതോ? ഇതറിയാൻ ഉമർ റളിയല്ലാഹു അൻഹു ആ ഉമ്മാമയോട് ചോദിക്കുകയാ, അല്ല ഉമ്മാമ, കണ്ണു കാണാത്ത നിങ്ങൾക്ക് ഇത്രയും കാലം ഇതൊക്കെ ചെയ്തു തന്നതാരാ? അന്നേരം ഉമ്മാമ പറയുകയാണ്, മോനെ, 3-4 ദിവസങ്ങൾ മുമ്പ് വരെ എല്ലാ ദിവസവും എനിക്കിത് ചെയ്തു തന്നതോ, എന്റെ വസ്ത്രം അലക്കി തന്നതൊരു മനുഷ്യനാ. എല്ലാ രാത്രിയിലും എന്റെ വീട്ടിലേക്ക് ഒരാൾ കടന്നു വരും. എന്നിട്ട് എന്റെ വസ്ത്രം അലക്കി തരും, ഭക്ഷണം ഉണ്ടാക്കി തരും, വീട് വൃത്തിയാക്കി തരും. എന്നിട്ട് ഇതുപോലെ തിരിച്ചു പോവുകയും ചെയ്യും. അങ്ങനെ എല്ലാ ദിവസവും രാത്രിയിൽ എന്റെ വീട്ടിലേക്ക് വരാറുണ്ടോ? പക്ഷെ അയാളെ ഞാൻ കണ്ടിട്ടില്ലല്ലോ. അയാളുടെ പേരെനിക്കറിയില്ല, നാടെനിക്കറിയില്ല. പക്ഷേ 3-4 ദിവസമായി അയാൾ ഇപ്പോൾ എന്റെ വീട്ടിലേക്ക് വരാറില്ല. ഇത് പറഞ്ഞപ്പോഴാ ഉമർ റളിയല്ലാഹു അൻഹു ചിന്തിച്ചത്, സുബ്ഹാനല്ലാഹ്, അതേ 3-4 ദിവസം മുമ്പ് മരണപ്പെട്ടു പോയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നല്ലോ ഇത്രയും ദിവസം ഈ ഉമ്മാമാക്ക് ഇതെല്ലാം ചെയ്തു കൊടുത്തത്. ഉമർ റളിയല്ലാഹു അൻഹു ആകെ അത്ഭുതപ്പെട്ടു പോയി. പക്ഷേ ഇത്ര വലിയ സേവനം ചെയ്തിട്ട് പോലും ഒരാളോട് പോലും ആ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തിട്ടില്ല. എന്റെ പ്രിയപ്പെട്ടവരെ, ആലോചിച്ചു നോക്കൂ. അതുകൊണ്ട് പേരും പെരുമയും ആഗ്രഹിച്ച് പ്രവർത്തിക്കല്ല. ചെയ്യുന്ന അമലുകൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാൻ വേണ്ടി കഴിയണം. നമ്മളോ ചെയ്യുന്ന അമലുകൾ ചെയ്യുന്ന നേരത്തെ തന്നെ നമ്മുടെ മനസ്സിൽ തെറ്റും കുറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരു ഇഖ്ലാസ് എന്ന് പറയുന്ന സാധനം നമ്മുടെ മനസ്സിലില്ല. മുമ്പൊരു ഉസ്താദ് ദുബായിൽ പോയി. ഞാനൊരു കഥ പറയാം, നിങ്ങൾ ആരോടും പറഞ്ഞു കൊടുക്കരുത്. പറഞ്ഞു കൊടുക്കുക ഇല്ല പോലും, ഒന്ന് ധൈര്യത്തോടെ പറയാം. ഒരു ഉസ്താദ് ദുബായിൽ പോയി. ഒരു കഥയാണ്, ഇല്ലാത്ത കഥയാണ്. ദുബായിൽ പോയി, അങ്ങനെ പ്രസംഗിക്കാൻ വേണ്ടി പോയതാ. അങ്ങനെ ഒരാഴ്ച പ്രസംഗിച്ചു. അങ്ങനെ അവിടുന്ന് വരാനുള്ള സമയം ഏകദേശം ആയിട്ടുണ്ട്. അന്നേരം ഈ ഉസ്താദ് അവിടെ യുവാക്കളോട് പറഞ്ഞു, റൂംമേറ്റായ യുവാക്കളോട് പറഞ്ഞു, അല്ല യുവാക്കളെ, ഒരാഴ്ച ഞാൻ ദുബായിൽ വന്നിട്ട് പ്രസംഗിക്കാൻ തുടങ്ങിയിട്ട് ഇന്ന് വരെ ഞാൻ ദുബായ് കണ്ടിട്ടില്ല. എന്നെ ഒന്ന് പുറത്ത് ടൗണിലേക്ക് ഇറക്ക്, ഞാൻ ദുബായിൽ ഒന്ന് കാണട്ടെ, ഷോപ്പിംഗ് മാളൊക്കെ ഒന്ന് കാണട്ടെ. അപ്പൊ ചെറുപ്പക്കാർ പറഞ്ഞു, ഉസ്താദെ, നിങ്ങളിതാ ദുബായിൽ പുറത്തേക്കൊന്ന് ഇറങ്ങണ്ടേ, പുറത്തേക്ക് ഇറങ്ങിക്കാൻ മൊത്തം ഹറാമാണ്. കാരണം പെണ്ണുങ്ങന്മാരെല്ലാം കഷ്ണം വസ്ത്രം ഇട്ടിട്ടാ വരിക, അതുകൊണ്ട് കാണുന്നതെല്ലാം ഹറാമാണ്. അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങണ്ട ഉസ്താദേ എന്ന് പറഞ്ഞു. അപ്പൊ ഉസ്താദ് പറഞ്ഞു, അതൊന്നും സാരമില്ല, ഹറാമ് കാണുമ്പോ എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം. അപ്പൊ ചെറുപ്പക്കാരൻ ചിന്തിച്ച്, അതെന്താപ്പാ, എന്നാ പിന്നെ ഉസ്താദ് വാ, ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞു. ചെറുപ്പക്കാരന്റെ കാറിൽ ഉസ്താദിനെ ഇരുത്തി, ഫ്രണ്ട് സീറ്റിൽ തന്നെ ഇരുത്തിയിട്ട് കാർ ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുന്നു. അങ്ങനെ ദുബായിന്റെ ടൗണിലെത്തിയപ്പോ ആ ചെറുപ്പക്കാരൻ പറഞ്ഞതുപോലെ തന്നെ കാണുന്നതെല്ലാം ഹറാമ്, കഷ്ണം വസ്ത്രം ധരിച്ചിട്ട് പെണ്ണുങ്ങന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു പോകുന്നുണ്ട്. ഇതെല്ലാം കാണുമ്പോൾ ഉസ്താദ് നോക്കിയിട്ട് പറയുന്നു, അസ്തഗ്ഫിറുല്ലാഹ്,
അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. നോക്കാണ്ടല്ല, നോക്കിയിട്ടാ പറയുന്നത് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്. അന്നേരം നീ ഡ്രൈവിംഗ് ചെയ്യുന്ന ചെറുപ്പക്കാരന് മനസ്സിലായത്, ഓ ഇതാണ് ഹറാമ് കാണുമ്പോൾ ചെയ്യാനുള്ള സാധനം അല്ലേ. അപ്പൊ പിന്നെ ഈ ചെറുപ്പക്കാരനും പറയാൻ തുടങ്ങി അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. അപ്പൊ രണ്ടാളും കൂടി ഒരുമിച്ച് അസ്തഗ്ഫിറുല്ലാഹ് ദിക്റൽക്ക, ഒരുമിച്ച് അസ്തഗ്ഫിറുല്ലാഹ്. വണ്ടിന്റെ ഉള്ളിൽ നിന്ന്, കാറിന്റെ ഉള്ളിൽ നിന്ന് അസ്തഗ്ഫിറുല്ലാഹ്. നിർത്താൻ നേരമില്ല ദിക്ർ, കാരണം കാണുന്നതെല്ലാം ഹറാമോ. ഒച്ചത്തിൽ തന്നെ ഇവർ ചൊല്ലാണ് അസ്തഗ്ഫിറുല്ലാഹ് 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 അസ്തഗ്ഫിറുല്ലാഹ്. ഭയങ്കര ഇസ്തിഗ്ഫാർ, രണ്ടാളും ഒരുമിച്ച് അസ്തഗ്ഫിറുല്ലാഹ് ചൊല്ലുന്നു. പക്ഷെ കുറെ അങ്ങെത്തിയപ്പോ പിന്നെ ആരെയും കാണുന്നില്ല, പെണ്ണുങ്ങന്മാരെയൊന്നും കാണുന്നില്ല. പിന്നെ ആളൊഴിഞ്ഞ ഭാഗത്തൂടെ കാറിങ്ങനെ പോവാൻ, പിന്നെ ആരെയും കാണുന്നില്ല. അപ്പൊ ഉസ്താദ് ദിക്റുല്ലൽ നിർത്തി. അപ്പൊ ചെറുപ്പക്കാരനും നിർത്തി. പിന്നെ രണ്ടാളൊന്നും മിണ്ടുന്നില്ല. ഉസ്താദ് ഇങ്ങനെ തൂങ്ങി ഉറങ്ങുന്നുണ്ട്, ഇയാളിങ്ങനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. ആളൊഴിഞ്ഞ ഭാഗത്തൂടെ ഇങ്ങനെ കുറേ കാറിങ്ങനെ പോയി. പെട്ടെന്ന് ഡ്രൈവ് ചെയ്യുന്ന ആ ചെറുപ്പക്കാരൻ ഉറക്ക അറിയാണ്ട് പറഞ്ഞു പോയി അസ്തഗ്ഫിറുല്ലാഹ്. അന്നേരം തന്നെ ഉസ്താദ് ഓർത്തു. സംഭവം ഇസ്തിഗ്ഫാർ പറയുന്ന സമയത്ത് തന്നെ മനസ്സിലിതാണ്, ഒരു കുറ്റബോധവും ഇല്ല, ഒരു ഇഖ്ലാസുമില്ല. അതുകൊണ്ട് നല്ല നിഷ്കളങ്കമായ മനസ്സോടെ ചെയ്യുന്ന കർമ്മങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെയ്യാൻ എന്റെ പ്രിയപ്പെട്ടവരെ നമുക്ക് സാധ്യമാവണം. ഇനി കേൾക്കണേ പ്രിയപ്പെട്ട മോമിനീങ്ങളെ, ചില മനുഷ്യന്മാര് പരലോകത്തേക്ക് വരുമ്പോ അവർ ഉറുമ്പിന്റെ കോലത്തിലാണെന്ന് മുഹമ്മദ് മുസ്തഫ. ഇതൊന്നും വെറുതെ പറയല്ല, ഹദീസിന്റെ അടിസ്ഥാനത്തിലാ പറയുന്നത്. ഉറുമ്പിന്റെ കോലത്തിൽ ചില മനുഷ്യന്മാര് പരലോകത്തേക്ക് വരാനുണ്ട്. ആ സമയത്ത് സ്വഹാബികൾ ചോദിച്ചല്ലോ, നബിയേ ഉറുമ്പിന്റെ കോലത്തിൽ പരലോകത്തേക്ക് വരുന്നത് ആരാ? അന്നേരം റസൂലുള്ള പറയാണ്, മറ്റാരുമല്ല, അത് വെറും മുത്തക്കബ്ബിരികളാണ്. അവർ കിബിറന്മാരാണ്, കിബിറന്മാരായ മനുഷ്യന്മാർ, കിബിറന്മാരായ മനുഷ്യന്മാരാവരാ. എങ്ങനെ കിബിറന്മാര് വരുന്നത് എങ്ങനെയാ? ഉറുമ്പിന്റെ കോലത്തിൽ. അത്രയും നിന്ദ്യരായിട്ടാണ്. ആരാ കിബിറുള്ളവർ? കിബിർ എന്ന് പറഞ്ഞ എന്താ? നല്ല വസ്ത്രം ധരിക്കൽ കിബിറാണോ? അല്ല. നല്ല മനോഹരമായി മുടിചീകൽ കിബിറാണോ? അല്ല. പിന്നെന്താ കിബിർ എന്ന് പറഞ്ഞാൽ? ബത്റുൽ ഹഖ് വഗംതുൻ നാസ്, സത്യത്തെ നിരാകരിക്കലും വഗംതുൻ നാസ്, ജനങ്ങളെ തരം താഴ്ത്തലുമാണ് കിബിർ. ജനങ്ങളെ തരം താഴ്ത്ത നീ ആരാടാ അത് പറയാൻ? നമ്മളിപ്പോ ഒരു പറയും, അതാ ഫാത്തിഹയിൽ ഇന്നാലിന്ന് തെറ്റുണ്ട്, നിങ്ങൾ അള്ളാഹ് എന്ന് പറയുന്നത് തെറ്റാണ്, ശരിയാക്കണോ? അപ്പൊ ഉമ്മാമ പറയാം, എന്തെന്നാന്ന് ഇയാൾ ഇന്ന് ആദ്യമായിട്ട് വന്നിട്ട് അള്ളാഹ് പഠിപ്പിക്കുന്നു, ഫാത്തിഹ പഠിപ്പിക്കുന്നു. നമ്മള് വണ്ടേ ഒരേ മൊയ്യാമാരെല്ലാം കണ്ടതാണ്, ഒരേ വായതും കേട്ടതാ. നിങ്ങള് വാക്കും കൊണ്ട് നിങ്ങൾ പോയാൽ മതി, നമ്മളെ നന്നാക്കാൻ നിങ്ങൾ വരണ്ടെന്നുള്ള ഡയലോഗുകളൊക്കെ. ഇതിന്റെ പേരാണ് ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കാൻ. എത്ര നല്ലത് പറഞ്ഞാലും സ്വീകരിക്കാൻ തോന്നൂല. എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരാളോട് പറഞ്ഞ്, ദാ നിസ്കരിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹിന്റെ അടുത്ത് നിന്ന് ശിക്ഷ കിട്ടുക, അതുകൊണ്ട് കൃത്യമായിട്ട് നിസ്കരിച്ചു എന്നാൽ കൃത്യമായിട്ട് കൂലി കിട്ടും, നിസ്കരിച്ച കൂലി കിട്ടും എന്ന് പറഞ്ഞു. അന്നേരം തന്നെ ചെറുപ്പക്കാരൻ ചോദിച്ചത്, കുടുംബക്കാരൻ ചോദിച്ചത്, ആഴ്ചക്ക കിട്ടല് മാസത്തില കിട്ടല്? ഇതന്നെയാ ബത്റുൽ ഹഖ്, സത്യത്തെ നിരാകരിക്കലാണ്. സത്യത്തെ നിരാകരിക്കുന്ന മനുഷ്യന്മാര്, അതാണ് കിബിർ എന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ. ഇനി മനുഷ്യന്മാരെ ചിന്തിക്ക്, കിബിർ നടിക്കാൻ നമുക്ക് വല്ല യോഗ്യതയുമുണ്ടോ? പെങ്ങളെ, കിബിർ നടിക്കാൻ നമുക്ക് വല്ല യോഗ്യതയുമുണ്ടോ? ഇല്ല. കാരണം നമ്മുടെ ശരീരത്തിന്റെ ഘടന വിളിച്ചു പറയുന്നുണ്ടോ കിബിർ നടിക്കാൻ നമുക്കൊരു യോഗ്യതയുമില്ല എന്ന്. അതേ, നമ്മുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം മാലിന്യമല്ലേ? ഉമ്മാന്റെ മുലപ്പാലൊഴികെ മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്നതെല്ലാം മാലിന്യമാ. അതേ, നിന്റെ കണ്ണിൽ നിന്ന് വരുന്നത് കണ്ണുനീരാണ്, ഉപ്പിന്റെ രുചിയാണ്. അതുപോലെ കണ്ണിലെച്ചി മാലിന്യമാണ്. ചെവിയിൽ നിന്ന് വരുന്നത് ദുർഗന്ധപൂരിതമാണ്. മൂക്കിൽ നിന്ന് വരുന്നത് മാലിന്യമാണ്. വായിൽ നിന്ന് വരുന്ന ഉമിനീര് ദുർഗന്ധമാണ്. കഫം അതിലേറെ മാലിന്യമാണ്. എത്രത്തോളം മുൻദ്വാര പിൻദ്വാരങ്ങളിൽ നിന്ന് വരുന്നത് മാലിന്യമാണ്. എത്രത്തോളം നിന്റെ ശരീരത്തിലെ ഓരോ രോമകൂപങ്ങളിലൂടെയും പുറത്തേക്ക് പോകുന്നത് വിയർപ്പെന്ന മാലിന്യമല്ലേ? പിന്നെ അഹങ്കരിക്കാൻ നിനക്കെന്ത് യോഗ്യതയാവുള്ളത്? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ടല്ലോ, മനുഷ്യ അഹങ്കരിക്കാൻ നിനക്കൊരു യോഗ്യതയുമില്ല. 2 തവണ മൂത്രക്കുഴലിലൂടെ പുറത്തേക്ക് വന്നവനാണ് നീ. ഒന്ന് ഉപ്പാന്റെ മൂത്രക്കുഴലിലൂടെ ഇന്ദ്രിയ കണമായി
പുറത്തേക്ക് വന്നവൻ, രണ്ടാമതായി മാതാവിന്റെ ഗുഹ്യഭാഗത്തിലൂടെ രണ്ടാമതായി പുറത്തേക്ക് വന്ന മനുഷ്യ, അഹങ്കരിക്കാൻ നിനക്കൊരു അർഹതയുമില്ല. അതുപോലെ 10 മാസം ഉമ്മാന്റെ ഗർഭപാത്രത്തിലല്ലേ കിടന്നത്? ഈ ഗർഭപാത്രം എവിടെയാ സ്ഥിതി ചെയ്യുന്നത്? മലസഞ്ചിയുടെയും മൂത്രസഞ്ചിയുടെയും ഇടയിലാണ് ഗർഭപാത്രം സ്ഥിതി ചെയ്യുന്നത്. ആ ഗർഭപാത്രത്തിലാ 10 മാസം കിടന്നത്, 9 മാസം കിടന്നത് അല്ലേ? മലസഞ്ചിയുടെയും മൂത്രസഞ്ചിയുടെയും ഇടയിലും 9 മാസം കിടന്നിട്ട് വന്ന മനുഷ്യ, നിനക്ക് അഹങ്കരിക്കാൻ ഒരു യോഗ്യതയുമില്ല.